ഈ വാർത്താ മണിക്കൂറിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. തിരുപ്പിറവി സ്മരണയിൽ ലോകം. ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവിയുടെ ഓർമ്മ പുതുക്കുകയാണ് ക്രൈസ്തവർ. സംസ്ഥാനത്തെ വിവിധ ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും ശുശ്രൂഷകളും നടന്നു. പാലക്കാട് തത്തമംഗലത്തെ പുൽക്കൂട് തകർക്കൽ വിവാദവും വയനാട് പുനരധിവാസം വൈകുന്നതും പരാമർശിച്ചായിരുന്നു തിരുവനന്തപുരം ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് ജെ നെറ്റോയുടെ ക്രിസ്മസ് സന്ദേശം. ലൂർദ് പള്ളിയിൽ നടന്ന തിരുപ്പിറവി ആഘോഷങ്ങൾക്ക് കർദിനാൾ ജോർജ് ജേക്കബ് കൂവക്കാട് കാർമ്മികത്വം വഹിച്ചു. തിരുവനന്തപുരം പാളയം സെന്റ് ജോസഫ് കത്തീഡ്രലിൽ നടന്ന തിരുക്കർമ്മങ്ങൾക്ക് തിരുവനന്തപുരം ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് തോമസ് ജെ നെറ്റോ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പുൽക്കൂട് വിവാദം, കുടിയൊഴിപ്പിക്കൽ വിഷയം ഉൾപ്പെടെ പ്രതിപാദിച്ച തോമസ് ജെ നെറ്റോ വയനാട് പുനരധിവാസം വൈകുന്നെന്നും പറഞ്ഞു. ബാഹ്യമായ ക്രിസ്മസിന്റെ അടയാളങ്ങളെ തകർക്കുവാനേ അവർക്കാകൂ. നമ്മുടെ ഹൃദയങ്ങളിലും മനസ്സിലുമുള്ള യേശുവിനുള്ള വിശ്വാസം അത് പ്രഘോഷിക്കുവാനും പ്രഖ്യാപിക്കുവാനും ഏതൊന്നും നമ്മെ തടസ്സപ്പെടുത്തുകയില്ല എന്ന് നാം തിരിച്ചറിയുന്നു. തിരുവനന്തപുരം ലൂർദ് പള്ളിയിൽ നടന്ന തിരുപ്പിറവി ആഘോഷങ്ങൾക്ക് കർദിനാൾ ജോർജ് ജേക്കബ് കൂവക്കാട് കാർമ്മികത്വം വഹിച്ചു. പട്ടം സെന്റ് മേരീസ് കത്തീഡ്രലിൽ മലങ്കര കത്തോലിക്ക സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ബസേലിയോസ് ക്ലിമിസ് കാതോലിക്ക ബാവ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. എറണാകുളം സെന്റ് ഫ്രാൻസിസ് കത്തീഡ്രലിൽ തിരുപ്പിറവി ശുശ്രൂഷകളും പ്രാർത്ഥനകളും നടന്നു. വരാപ്പുഴ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പലിന്റെ നേതൃത്വത്തിലായിരുന്നു ശുശ്രൂഷകൾ. കരിങ്ങാച്ചിറ സെന്റ് ജോർജ് യാക്കോബായ സുറിയാനി കത്തീഡ്രലിൽ നടന്ന ജനനപ്പെരുന്നാൾ ശുശ്രൂഷകൾക്ക് മലങ്കര മെത്രാപ്പോലിത്തയും നിയുക്ത കാതോലിക്കയുമായ ഡോക്ടർ ജോസഫ് മാർ ഗ്രിഗോറിയോസ് നേതൃത്വം നൽകി. കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി ചങ്ങനാശ്ശേരി അതിരൂപതയിലെ തൃക്കൊടിത്താനം സെന്റ് സേവ്യർ ഫൊറോന ദേവാലയത്തിൽ തിരുപ്പിറവിയുടെ കർമ്മങ്ങൾക്ക് കാർമ്മികത്വം വഹിച്ചു. കോഴിക്കോട് ദേവമാതാ കത്തീഡ്രലിലെ തിരുപ്പിറവി കർമ്മങ്ങൾക്ക് കോഴിക്കോട് അതിരൂപത ബിഷപ്പ് വർഗീസ് ചക്കാലയ്ക്കൽ കാർമ്മികത്വം നൽകി. മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ തൃശൂർ അതിരൂപതയിലെ പാലയൂർ മാർത്തോമ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ ദേവാലയത്തിൽ തിരുപ്പിറവിയുടെ കർമ്മങ്ങൾക്ക് കാർമ്മികത്വം വഹിച്ചു. നിത്യപ്രകാശമായ അങ്ങയുടെ പ്രമാണങ്ങൾ വ്യാപരിക്കുവാനും ഭൂമിയുടെ ഉപ്പും ലോകത്തിന്റെ പ്രകാശവുമായി ജീവിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24. ക്രിസ്മസ് ആശംസ നേരാൻ മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ കോഴിക്കോട് ബിഷപ്പ് ഹൗസിലെത്തി. ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കലുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷം ഇരുവരും ചേർന്ന് കേക്ക് മുറിച്ചു. കാലഘട്ടത്തിന്റെ ആവശ്യമാണ് ഇത്തരം കൂടിക്കാഴ്ചകളെന്ന് ഇരുവരും പിന്നീട് പ്രതികരിച്ചു. എല്ലാ പ്രേക്ഷകർക്കും ക്രിസ്മസിൻ്റെ ആശംസകൾ ഞാൻ നേരുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട സാദിഖ് അലി തങ്ങളും പ്രിയപ്പെട്ട MK മുനീർ MLA ഇവിടെ സന്നിഹിതരാണ്. ക്രിസ്മസ് ആശംസിക്കുന്നതിന് വേണ്ടിയിട്ട് വന്നിരിക്കുന്നതാണ്. വളരെ സന്തോഷമുണ്ട്. അങ്ങനെയുള്ള ആ സൗഹാർദ്ദം നിലനിർത്തുന്നത് എപ്പോഴും നല്ലതാണെന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാമല്ലോ. സ്നേഹത്തിൻ്റെ ജന്മദിനമായിട്ടാണ് അതെല്ലാവരും കാണുന്നത്. ലോകമെങ്ങുമുള്ള സമൂഹം അത് മനസ്സിലാക്കുന്നു, ആദരിക്കുന്നു. ലോകമെങ്ങും ക്രിസ്മസ് വളരെ സ്നേഹത്തോടെ ആഘോഷിക്കുന്നു. കേരളത്തിലാകുമ്പോൾ നമ്മുടെ ഒരു മതസൗഹാർദ്ദത്തിൻ്റെ കൂടി ഒരു ആഘോഷമാണ് ക്രിസ്മസ് എന്നുള്ളത്. ബന്ധങ്ങളുടെ പാലം അത് ആഘോഷങ്ങളിലൂടെ തീർക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. ബന്ധങ്ങളുടെ പാലമാണ് നമ്മൾ വീണ്ടും പുനർനിർമ്മിക്കുന്നതും വീണ്ടും അതിനെ ദൃഢപ്പെടുത്തുന്നതും. കുടിയൊഴിപ്പിക്കപ്പെടുമോ എന്നുള്ള ആശങ്കയായിരുന്നു. പക്ഷേ അതിനൊരിക്കലും തന്നെ ഞങ്ങൾ ആരും കൂട്ടുനിൽക്കുകയില്ല. ഏത് വിധേനയും അവർക്ക് അവരുടെ ജീവിതാവകാശം നിലനിർത്തി കൊടുക്കുന്നതിനുള്ള
കാര്യങ്ങൾ അതെന്താണോ ചെയ്യേണ്ടത് ആ കാര്യത്തിലാണ് നമ്മളൊക്കെ ശ്രദ്ധിക്കുന്നത്. പ്രധാനമന്ത്രിക്ക് പിന്നാലെ ക്രിസ്മസ് ആഘോഷത്തിന് CBCI ആസ്ഥാനം സന്ദർശിച്ച BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ. എല്ലാവർക്കും ഒപ്പം എല്ലാവരുടെയും വികസനം എന്നതാണ് നയം എന്ന് JP നദ്ദ പറഞ്ഞു. ക്രൈസ്തവ സമൂഹം നേരിടുന്ന ആശങ്കകൾ JP നദ്ദയെ അറിയിച്ചെന്ന് ഡൽഹി ആർച്ച് ബിഷപ്പ് അനിൽ ജോസഫ് കൂട്ടോ പ്രതികരിച്ചു. CBCI ആസ്ഥാനത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിൽ ക്രൈസ്തവ സഭകൾക്കുള്ളിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉയരുന്നതിനിടെയാണ് BJP ദേശീയ അധ്യക്ഷനും ക്രിസ്മസ് ആഘോഷത്തിനെത്തിയത്. ന്യൂഡൽഹി MP ബാൻസുരി സ്വരാജും അനിൽ ആന്റണി, ടോം വടക്കൻ എന്നീ നേതാക്കളും JP നഡ്ഡയ്ക്കൊപ്പം CBCI ആസ്ഥാനത്തെത്തി. പുരോഹിതർക്കൊപ്പം കേക്ക് മുറിച്ച് JP നഡ്ഡ ഉൾപ്പെടെയുള്ള നേതാക്കൾ ക്രിസ്മസ് ആഘോഷത്തിന്റെ ഭാഗമായി. ഡൽഹി അതിരൂപത ആർച്ച് ബിഷപ്പ് അനിൽ ജോസഫ് കൂട്ടോയുമായി JP നഡ്ഡ കൂടിക്കാഴ്ച നടത്തി. പിന്നീട് നഗരത്തിലെ സേക്രഡ് ഹാർട്ട് പള്ളിയിൽ സന്ദർശനം. എല്ലാവർക്കുമൊപ്പം എന്നതാണ് നയമെന്ന് BJP അധ്യക്ഷൻ. ക്രൈസ്തവ വിഭാഗങ്ങൾ നേരിടുന്ന വെല്ലുവിളികൾ JP നഡ്ഡയെ അറിയിച്ചെന്ന് ആർച്ച് ബിഷപ്പിന്റെ പ്രതികരണം. There I have expressed all my concerns and he said he will cooperate his level best to sort out all the issues. മണിപ്പൂർ വിഷയത്തിലടക്കം പ്രധാനമന്ത്രി മൗനം പാലിക്കുന്നെന്ന ഓർത്തഡോക്സ് സഭ തൃശൂർ ഭദ്രാസന മെത്രാപ്പൊലിത്തയുടെ വിമർശനം വിവാദങ്ങൾക്കിടയാക്കിയിരുന്നു. എന്നാൽ സഭയ്ക്ക് രാഷ്ട്രീയമില്ലെന്ന് ആവർത്തിച്ച് വിവാദത്തിനില്ലെന്ന് ആവർത്തിക്കുകയാണ് CBCI. 24 ഡൽഹി. പത്തനംതിട്ട തിരുവല്ല കുമ്പനാട്ട് കരൾ സംഘത്തിന് നേരെ ലഹരി സംഘത്തിന്റെ ആക്രമണം. സ്ത്രീകൾ ഉൾപ്പെടെ നിരവധി പേർക്ക് പരിക്കേറ്റു. സംഭവത്തിൽ 6 പേരെ പോലീസ് പിടികൂടിയിട്ടുണ്ട്. രാത്രി 1:30യോടെയാണ് കുമ്പനാട് എക്സോഡസ് ചർച്ചിലെ സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന കാരൾ സംഘത്തെ ആക്രമിച്ചത്. കാരൾ അവസാന വീട്ടിൽ എത്തിയപ്പോഴായിരുന്നു ആക്രമണം. രാത്രി കാറിൽ തീവ്ര വെളിച്ചം അടിച്ചെന്നാരോപിച്ചായിരുന്നു സംഘത്തിന്റെ വരവെന്ന് ആക്രമണത്തിന് ഇരയായവർ പറഞ്ഞു. വീടിന്റെ ഗേറ്റ് തള്ളിത്തുറന്നും മതിൽ ചാടിയും സംഘം അകത്തുകയറി ആക്രമിച്ചു. 3/4 മണിക്കൂറോളം ആക്രമണം തുടർന്നു. പോലീസ് എത്തിയപ്പോൾ ചിതറിയോടി. അക്രമി സംഘത്തിലെ ഒരാളെ കരാൾ സംഘം തന്നെ പിടികൂടി പോലീസിന് കൈമാറിയിരുന്നു. കണ്ണിൽ ലൈറ്റ് അടിച്ച ആ ഒരു പ്രശ്നം പറഞ്ഞു. ആ പ്രശ്നത്തിന് ചോദിക്കണമെന്ന് വേണ്ടി വന്നത് അവർ കുറേ പേരുണ്ടായിരുന്നു. ഈ ഫ്രണ്ടിലിരിക്കുന്നവർ ഇത് പറയുന്നു, പുറകിനും ആൾ കണക്ട് ആവുന്നുണ്ട്. പക്ഷെ പുറകിന് വരുന്നവർക്ക് പോലും അറിയുന്നില്ല. ഇവർ ഗേറ്റ് പിടിക്കുന്ന കണ്ട് അവർ പോകുന്നു, കുറച്ച് പേര് മതിൽ ചാടുന്നു. ഞങ്ങൾ ഭയങ്കരമായിട്ട് ഭയന്നു പോയി. കാരണം നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യുന്ന ഒരു സിറ്റുവേഷനേ അല്ലായിരുന്നു. ആക്രമണത്തിന്റെ വീഡിയോ എടുത്തത് പ്രതികളെ തിരിച്ചറിയാൻ സഹായകരമായി. പോലീസ് അതിവേഗം ഇടപെട്ടതിൽ ആശ്വാസമുണ്ടെന്ന് ആക്രമണത്തിന് ഇരയായവർ പറഞ്ഞു. വലിയൊരു മരണകഷ്ണവും പിന്നെ സൈക്കിൾ ചെയിൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഇറ്റ് വാസ് വെരി വെരി സ്കെയറി. ബിക്കോസ് ഇവരോടൊന്നും പറയാൻ നമുക്ക് പറ്റുന്നില്ല. ഇവർ മനനില തെറ്റി, അതായത് മദ്യവും മയക്കുമരുന്നോ എന്തോ ആയിട്ട് നമുക്കൊന്നും സംസാരിക്കാൻ പറ്റില്ല. അങ്ങ് ഭ്രാന്ത് പിടിച്ച ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ നമ്മളെ ഇപ്പം കൊന്നുകളയെന്നുള്ള ദേഷ്യത്തിൽ ഒരു കാരണവും ഇല്ലാതെ. സംഘത്തിൽ ഉൾപ്പെട്ട എല്ലാവരെയും പിടികൂടുമെന്ന് കോയിപ്രം പോലീസ് പറഞ്ഞു. പ്രതികളുടെ ക്രിമിനൽ പശ്ചാത്തലം വിശദമായി പരിശോധിക്കുന്നുണ്ട്. 24 പത്തനംതിട്ട. മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്ക്. മുനമ്പത്തെ താമസക്കാരിൽ നിന്ന് ഭൂനികുതി വാങ്ങാമെന്ന് സർക്കാർ. ക്രിസ്മസ് അവധിക്ക് ശേഷം കോടതി തുറക്കുമ്പോൾ ഇക്കാര്യത്തിൽ സത്യവാങ്മൂലം ഫയൽ ചെയ്യും. എന്നാൽ ശാശ്വത പരിഹാരമാണ് വേണ്ടത് എന്നാണ് മുനമ്പം സമരസമിതിയുടെ പ്രതികരണം. വഖഫ് രജിസ്റ്ററിൽ നിന്നും ഭൂമി മാറ്റാതെ ഭൂനികുതി സ്വീകരിക്കുന്നതിനാണ് നിലവിൽ അനുമതിയുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട കരട് അഡ്വക്കേറ്റ് ജനറൽ റവന്യൂ സെക്രട്ടറിക്ക് സമർപ്പിച്ചു. സർക്കാർ പരിശോധനകൾ കഴിഞ്ഞ് അവധിക്ക് ശേഷം കോടതി തുറക്കുമ്പോൾ റിപ്പോർട്ട് കോടതി പരിഗണിക്കും. 610 കുടുംബങ്ങളുടെയും നികുതി സ്വീകരിക്കാമെന്ന നിലപാടിലേക്കാണ് സർക്കാർ എത്തിയത്. എന്നാൽ ശാശ്വതമായ പരിഹാരമാണ് മുനമ്പത്ത് ആവശ്യമെന്ന് സമരസമിതി വ്യക്തമാക്കി. എല്ലാ റവന്യൂ അവകാശങ്ങളുമാണ് വേണ്ടത്. അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന റവന്യൂ അവകാശങ്ങളെല്ലാം പുനഃസ്ഥാപിക്കുക. ഒരു പണം കൊടുത്ത് വാങ്ങിച്ച ഭൂമിയാണ്. 10-35 വർഷങ്ങളോളം എല്ലാ റവന്യൂ അവകാശവും ഉണ്ടായിരുന്ന ഒരു ഭൂമിയാണ്. അത് പെട്ടെന്ന് ഒരു ദിവസം ഇല്ലാതാകുകയാണ്. അതിന് കാരണം വഖഫ് രജിസ്റ്ററിൽ ഈ ഭൂമി ചേർത്തെടുത്തുകൊണ്ടാണ്. അപ്പോൾ അത് ഇല്ലാതാക്കുക. അത് ഇല്ലാതാക്കി കഴിഞ്ഞെങ്കിൽ ഞങ്ങൾക്ക് എല്ലാ റവന്യൂ അവകാശങ്ങളും വീണ്ടും പുനഃസ്ഥാപിക്കുകയാണെങ്കിൽ അതാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. മുനമ്പത്ത് കരമടയ്ക്കാമെന്നത് സർക്കാരിന് നേരത്തെയുള്ള നിലപാടാണെന്നും ഉണ്ടായത് നിയമപരമായ കാലതാമസം മാത്രമെന്നും
MV ഗോവിന്ദൻ പ്രതികരിച്ചു. നേരത്തെ തന്നെ കരമടക്കാം എന്ന് ഗവൺമെൻറ് സമ്മതിച്ചതാണ്. പിന്നീട് അതിൻ്റെ തന്നെ ഭാഗമായിട്ടുള്ളവരുടെ കേസും കുഴപ്പവും കൊണ്ടാണ് കരമടക്കാൻ സമ്മതിക്കാതിരുന്നത്. അവർ കോടതിയുടെ ഭാഗമായിട്ടാണ് വേണ്ടത്. 2022 ഭൂനികുതി വാങ്ങാനായി സർക്കാർ സർവകക്ഷി യോഗം ചേർന്ന് തീരുമാനമെടുത്തെങ്കിലും കോടതി ആ നീക്കം തടഞ്ഞിരുന്നു. മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ സമരക്കാരുമായി നടന്ന ചർച്ചയിലും ഉയർന്ന പ്രാഥമിക ആവശ്യം റവന്യൂ അവകാശം പുനഃസ്ഥാപിക്കുക എന്നതാണ്. എസ് ശ്രീകാന്ത്, 24, കൊച്ചി. കൊച്ചിയിൽ സ്പാ കേന്ദ്രീകരിച്ചുള്ള അനാശാസ പ്രവർത്തനങ്ങളിൽ അന്വേഷണം 24 വാർത്തയെ തുടർന്നെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ. അറസ്റ്റിലായ 2 പോലീസുകാർക്കും സ്പാ നടത്തിപ്പിൽ നേരിട്ട് പങ്കാളിത്തമുണ്ട് എന്ന് കണ്ടെത്തി. ഇരുവരെയും സസ്പെൻഡ് ചെയ്തുവെന്നും സിറ്റി പോലീസ് കമ്മീഷണർ വ്യക്തമാക്കി. ഈ കേസ് നമ്മൾ എടുത്തത് തന്നെ ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു എൻക്വയറി നടത്തിയിട്ട് ശേഷമാണ് നമ്മൾ എടുത്തത്. നേരത്തെ ഇങ്ങനെ ഒരു നടക്കുന്നുണ്ട് എന്ന ഒരു ഇൻഫർമേഷൻ ഉണ്ട്. അപ്പോൾ അതിനുശേഷം ഒരു 24/7 ചാനലിൽ യൂട്യൂബിൽ ഒരു വാർത്ത വന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു എൻക്വയറി നടത്തിയിട്ടുണ്ട്. ആ എൻക്വയറിയുടെ ബേസിസിലാണ് നമ്മൾ ഈ കുറേ കാര്യങ്ങൾ പുറത്തേക്ക് വന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇന്നലെ പ്രതിയെ അറസ്റ്റ് ചെയ്യുകയും മറ്റ് സ്ഥാപനം റെയ്ഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എസ് ശ്യാംകുമാർ വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. ശ്യാമ, ഇക്കാര്യത്തിൽ നമ്മൾ നൽകിയ വാർത്തയാണ് യഥാർത്ഥത്തിൽ പോലീസിനെ ഈ നിയമലംഘനത്തിലേക്ക്, ഈ പോലീസുകാരുടെ പങ്കടക്കമുള്ള ഗൗരവമുള്ള വിഷയങ്ങളിലേക്ക് എത്തിച്ചത്, അന്വേഷണത്തിന് വഴി തെളിച്ചതെന്ന് കൃത്യമായി പറയാം അല്ലേ? വിജയകുമാർ, തീർച്ചയായും. കാരണം കമ്മീഷണർ, സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ തന്നെയാണ് അത് വ്യക്തമാക്കിയത്. 24 നൽകിയ വാർത്ത, അത് നഗരത്തിലെ സ്പാകൾ കേന്ദ്രീകരിച്ച് അനാശാസ്യ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നു എന്നുള്ള വാർത്ത നമ്മൾ നൽകിയതിന്റെ വിവരത്തെ തുടർന്നാണ് പോലീസ് ഈ വിഷയം വിശദമായി അന്വേഷിക്കുകയും തുടർന്ന് അറസ്റ്റിലേക്ക് പോവുകയും ചെയ്തത്. ഇന്നലെ 8 പേരെയാണ് അവിടെ നിന്ന് അറസ്റ്റ് ചെയ്തത്. അതിൽ ഒരാൾക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ ഉടമ കോട്ടയം സ്വദേശി പ്രവീണിനെതിരായിട്ടാണ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തത്. തൊട്ടു പിന്നാലെ ഈ സ്പാകളുമായി ബന്ധമുള്ള 2 പോലീസ് ഉദ്യോഗസ്ഥരെ കൂടി അറസ്റ്റ് ചെയ്തിരുന്നു. അവർക്ക് നിലവിൽ ജാമ്യം ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഈ കേസിൽ അവർക്ക് പ്രത്യക്ഷത്തിൽ ബന്ധമുള്ളതായും സാമ്പത്തിക ഇടപാടുകൾ നടന്നതായും പറയുന്നത് സിറ്റി പോലീസ് കമ്മീഷണറാണ്. ഏതായാലും ഈ കൊച്ചി നഗരം കേന്ദ്രീകരിച്ച സ്പാകളുടെ മറവിൽ അനാശാസ്യ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നത് നമ്മൾ പുറത്തുവിട്ട വാർത്തയിലാണ് പോലീസ് നടപടിയെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നു. ശ്യാംകുമാറാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. ബീഹാർ ഗവർണറായി നിയമിതരായതിന് പിന്നാലെ ആരിഫ് മുഹമ്മദ് ഖാൻ ഛത്തീസ്ഗഡിലെ റായ്പൂരിലെ പരിപാടികൾ വെട്ടിച്ചുരുക്കി. ഇന്ന് തന്നെ അദ്ദേഹം ഡൽഹിയിലേക്ക് മടങ്ങും. അതേസമയം ആരിഫ് മുഹമ്മദ് ഖാനെതിരെ വിമർശനം CPIM തുടരുകയാണ്. കഴിഞ്ഞ 5 വർഷവും ആരിഫ് മുഹമ്മദ് ഖാൻ ഭരണഘടനയ്ക്ക് വിരുദ്ധമായ നടപടികളാണ് സ്വീകരിച്ചതെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. ഇവിടെ കാട്ടിയതുപോലെ ആരിഫ് മുഹമ്മദ് ഖാൻ ബീഹാറിലും ചെയ്യട്ടെ എന്നായിരുന്നു AK ബാലന്റെ പരിഹാസം. എന്നാൽ പല കാര്യങ്ങൾക്കും മറുപടി പറയേണ്ടി വന്നതിന്റെ ജാള്യതയാണ് MV ഗോവിന്ദന് എന്നായിരുന്നു BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രന്റെ പ്രതികരണം. ഇതേവരെ കേട്ടുകേൾവിയില്ലാത്ത രീതിയിലുള്ള ഭരണഘടനാ വിരുദ്ധമായ സമീപനമാണ് ഗവർണർ സ്വീകരിച്ചിട്ടുള്ളത് എന്ന് അന്നും ഇന്നും നാളെയും നിലവിലുള്ള ഗവർണറെ സംബന്ധിച്ചിടത്തോളം പരാതി കേരളത്തിലുണ്ട്. കേരളത്തിൽ വന്ന ഒരു ഗവർണറുമാരും ബഹുമാനപ്പെട്ട മുഹമ്മദ് ആരിഫ് ഖാൻ കാട്ടിയ സമീപനം കാട്ടിയിട്ടില്ല. ഗവർണർ പോകുന്നതിലാകെ വിഷമത ഉണ്ടാകുക ഒന്ന് BJPക്കാണ്, പിന്നെ കോൺഗ്രസിലെ ചിലർക്കും, തിരുവഞ്ചൂരിനെ പോലുള്ള ആൾക്കാർ. എല്ലാ ജനാധിപത്യ മര്യാദകളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് നിയമസഭയെ നോക്കുകുത്തിയാക്കി ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള ബില്ലുകൾ കൊണ്ടുവന്നപ്പോൾ അതേ പിടിച്ചു വെച്ചു. ഗോവിന്ദൻ്റെ പാർട്ടിയാണ് ഭരണഘടനയെ കശാപ്പ് ചെയ്തത്. കഴിഞ്ഞ 5 വർഷവും CPMനും പിണറായി വിജയനും പല കാര്യങ്ങൾക്കും മറുപടി പറയേണ്ടതായിട്ട് വന്നു. അതിനുള്ള ജാള്യതയാണ് ഗോവിന്ദൻ ഇപ്പോൾ ഉള്ളത്. സംഭവബഹുലമായ 5 വർഷങ്ങൾ പൂർത്തിയാക്കി ആരിഫ് മുഹമ്മദ് ഖാൻ ബീഹാറിലേക്ക് പോകുമ്പോൾ പകരമെത്തുന്നത് രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ എന്ന മറ്റൊരു തികഞ്ഞ രാഷ്ട്രീയക്കാരൻ. ബാല്യകാലം മുതൽ RSSന്റെ ഭാഗമായിരുന്ന ആളാണ് രാജേന്ദ്ര ആർലേക്കർ. കോൺഗ്രസ് ഭരിക്കുന്ന ഹിമാചൽ പ്രദേശിലും NDA ഭരണമുള്ള ബീഹാറിലെയും ഗവർണറായ അനുഭവ സമ്പത്തോടെയാണ് അദ്ദേഹം കേരളത്തിലേക്ക് എത്തുന്നത്. മലയാളിയായ PS ശ്രീധരൻപിള്ള ഗോവയിൽ ഗവർണറായിരിക്കുമ്പോഴാണ് ഗോവ സ്വദേശിയായ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ കേരള ഗവർണറായി എത്തുന്നത്. അടിമുടി രാഷ്ട്രീയക്കാരനാണ് രാജേന്ദ്ര അർലേക്കർ.
1954 ഏപ്രിൽ 23 പനാജിയിലാണ് ജനനം. പിതാവ് വിശ്വനാഥ് അർലേക്കർ ജനസംഘം നേതാവായിരുന്നു. ബാല്യം മുതൽ RSSന്റെ ഭാഗമായി വളർന്ന അർലേക്കർ 1989 ശ്രീപദ് നായിക്കിനൊപ്പം RSSൽ നിന്ന് BJPയിലേക്ക് നിയോഗിക്കപ്പെട്ടു. 2000 മുതൽ 2006 വരെ സംസ്ഥാന BJP അധ്യക്ഷനായി പ്രവർത്തിച്ചു. ഗോവയിൽ BJPക്ക് അടിത്തറപ്പാകുന്നതിൽ മനോഹർ പരീക്കറിനൊപ്പം നിർണായക പങ്കുവഹിച്ച അർലേക്കർ 2 തവണ നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. സ്പീക്കറായും വനം പരിസ്ഥിതി മന്ത്രിയായും പ്രവർത്തിച്ചിട്ടുണ്ട്. മനോഹർ പരീക്കർ പ്രതിരോധ മന്ത്രിയായപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് സജീവമായി പരിഗണിക്കപ്പെട്ട പേരാണ് അർലേക്കറുടേത്. 2021 ജൂലൈയിൽ ഹിമാചൽ പ്രദേശ് തിരഞ്ഞെടുപ്പിന്റെ 6 മാസം മുൻപാണ് സംസ്ഥാനത്തെ ഗവർണറായി നിയോഗിച്ചത്. 2023 ഫെബ്രുവരിയിൽ ബീഹാർ ഗവർണറായി സ്ഥാനത്തെത്തിയ രാജേന്ദ്ര അർലേക്കറാണ് NDAയിൽ തിരിച്ചെത്തിയ നിതീഷ് കുമാറിന് സത്യവാചകം ചൊല്ലി നൽകിയത്. ക്രിസ്ത്യൻ വിഭാഗവുമായി BJP കൂടുതൽ അടുക്കാൻ ശ്രമിക്കുന്നതിനിടെ ഗോവയിലെ ക്രൈസ്തവ വിഭാഗവുമായി ഏറെ അടുപ്പമുള്ള രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറിനെ കേരളത്തിലേക്ക് അയക്കുന്നതിന് പിന്നിൽ കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ബൽറാം നെടുങ്ങാടി, 24, ഡൽഹി. ചെന്നൈയിൽ നിന്ന് മറ്റൊരു പ്രധാനപ്പെട്ട റിപ്പോർട്ട് എത്തുന്നുണ്ട്. ചെന്നൈ അണ്ണാ സർവകലാശാല ക്യാമ്പസിൽ വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ചതായി പരാതി. കന്യാകുമാരി സ്വദേശിനിയാണ് പരാതി നൽകിയത്. രാത്രിയിൽ സുഹൃത്തുമായി സംസാരിച്ചു നിൽക്കുമ്പോൾ 2 പേർ എത്തി സുഹൃത്തിനെ മർദ്ദിച്ച ശേഷം പീഡിപ്പിക്കുകയായിരുന്നു. ഒരാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇപ്പോൾ സർവകലാശാല ക്യാമ്പസിലേക്ക് SFI പ്രതിഷേധ പ്രകടനം നടത്തുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. മുഹമ്മദ് റഹീസ് ചെന്നൈയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകും. റഹീസ്, വലിയ പ്രതിഷേധത്തിലേക്കൊക്കെ കാര്യങ്ങൾ പോവുകയാണ്. പോലീസ് എന്താണ് പറയുന്നത്? ഇനി ഒരാളെ കൂടിയാണല്ലോ പിടികൂടാനുള്ളത്. അയാളെ പറ്റി എന്തെങ്കിലും നിർണായക വിവരങ്ങൾ പോലീസിന് കിട്ടിയിട്ടുണ്ടോ? വിജയകുമാർ, എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ രാഷ്ട്രീയ പ്രതിഷേധം കനക്കുകയാണ്. ഒരു വശത്തെ SFI അണ്ണാ യൂണിവേഴ്സിറ്റി ക്യാമ്പസിന് മുന്നിൽ പ്രതിഷേധവുമായി എത്തിയിരിക്കുന്നു. SFI പ്രവർത്തകർ ഇവിടെ ഈ പ്രതികളെ പിടികൂടിയതിനു ശേഷം മാത്രമേ മടങ്ങിപ്പോവുകയുള്ളൂ എന്ന് പറഞ്ഞ് പ്രതിഷേധം നടത്തുകയാണ്. അവർ കുറച്ചു നേരമായി ഇവിടെ തന്നെ തമ്പടിച്ചിട്ടുണ്ട്. നിലവിൽ ഈ ഗേറ്റ് തുറന്ന് അകത്തേക്ക് കടക്കണം എന്നുള്ളൊരു ആവശ്യമാണ് അവർ ഉന്നയിക്കുന്നത്. പക്ഷേ ഗേറ്റിന് മുന്നിൽ വെച്ച് അവരെ തടഞ്ഞിട്ടുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ടാണെങ്കിൽ പോലീസ് ഇപ്പോൾ പ്രധാനപ്പെട്ട CCTV ദൃശ്യങ്ങളൊക്കെ ശേഖരിച്ചിട്ടുണ്ട്. എന്നാൽ ഈ സംഭവം നടന്നുവെന്ന് യുവതി പരാതിപ്പെട്ടിരിക്കുന്ന സ്ഥലത്ത് CCTV പ്രവർത്തിക്കുന്നില്ല എന്നുള്ളൊരു വിവരം കൂടിയാണ് വരുന്നത്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് കൂടുതൽ കുഴങ്ങും. ഈ പ്രദേശത്ത് ഈ പെൺകുട്ടി സുഹൃത്തുമായി സംസാരിച്ചു കൊണ്ടിരുന്ന ശേഷം ഈ പീഡനം നടന്നു എന്ന് പറയുന്ന ഈ സ്ഥലത്ത് ഈ CCTV ദൃശ്യങ്ങൾ ലഭ്യമായിട്ടില്ല. കേസുമായി ബന്ധപ്പെട്ട ഒരാളാണ് നിലവിൽ കസ്റ്റഡിയിലുള്ളത്. ഈ കസ്റ്റഡിയിലുള്ള ആളെ പെൺകുട്ടി ഇതുവരെയും ഐഡന്റിഫൈ ചെയ്തിട്ടില്ല. മുഖത്ത് മുഖംമൂടി ഈ അക്രമ സമയത്ത് ഇയാൾ ധരിച്ചിരുന്നു എന്നാണ് പെൺകുട്ടി നിലവിൽ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇയാളെ ഇനിയും അറസ്റ്റ് രേഖപ്പെടുത്താനോ അല്ലെങ്കിൽ കൂടുതൽ ചോദ്യം ചെയ്യാനോ ഒന്നും കഴിഞ്ഞിട്ടില്ല. കസ്റ്റഡിയിലുള്ളയാൾ നിലവിൽ ചോദ്യം ചെയ്തതിൽ നിന്നും താൻ ഈ കൃത്യത്തിൽ പങ്കാളിയല്ല എന്നുള്ള വിവരമാണ് പോലീസിന് നൽകിയിട്ടുള്ളത്. ഇപ്പോൾ 20-ലധികം പേരെയാണ് ക്യാമ്പസിൽ ആ സമയത്ത് ഉണ്ടായിരുന്നവരെ പോലീസ് ചോദ്യം ചെയ്തിരിക്കുന്നത്. ഇതിൽ ഈ പെൺകുട്ടിയുടെ സുഹൃത്ത് അടക്കം ഇവരെ ചോദ്യം ചെയ്തിട്ടുണ്ട്. 20 പേരിൽ പലരും ഇവിടുത്തെ സ്റ്റാഫുകളും മറ്റുമാണ്. ക്യാമ്പസിനകത്ത് കയറിയ ഒരാളല്ല ഈ കൃത്യം നടത്തിയത് എന്നാണ് നിലവിൽ പോലീസ് ഉറച്ചു വിശ്വസിക്കുന്നത്. കാരണം ഈ ക്യാമ്പസിനകത്തേക്ക് കടക്കുക അത്ര എളുപ്പമല്ല. അതുകൊണ്ട് തന്നെയും ക്യാമ്പസിനുള്ളിലുള്ള ആരെങ്കിലും ആകാം ഈ കൃത്യം ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ ധരിക്കുന്നത്. അത്തരത്തിൽ ഒരു വശത്ത് SFIയുടെ പ്രതിഷേധം കനക്കുന്നു, മറുവശത്ത് ABVP പ്രതിഷേധവുമായി എത്തും എന്നുള്ളൊരു സൂചന കൂടി ലഭിക്കുന്നുണ്ട്. കാരണം വിഷയത്തിൽ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ K അണ്ണാമലയാണ് ആദ്യം പരസ്യ പ്രതികരണം നടത്തിയത്. പിന്നാലെ AIADMK കൂടി സർക്കാരിനെതിരെ അതിരൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. അങ്ങനെ സർക്കാർ കൂടി പ്രതിക്കൂട്ടിലാകുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഇവിടെ ഉള്ളത്. 2 ദിവസം മുൻപ് നടന്ന സംഭവമാണ്. യുവതി ഇന്ന് പരാതി നൽകിയതിന് പിന്നാലെയാണ് ഈ സംഭവം വലിയ രീതിയിൽ കത്തിപ്പടർന്നിരിക്കുന്നത്. നിലവിൽ എന്തായാലും ക്യാമ്പസിന് സുരക്ഷ കൂട്ടുന്നതടക്കമുള്ള കാര്യങ്ങളാണ് നിലവിൽ പോലീസ് ഇപ്പോൾ മുൻതൂക്കം നൽകിക്കൊണ്ടിരിക്കുന്നത്. ക്യാമ്പസിനുള്ളിലേക്ക് നിരവധി വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ കൂടി അകത്തേക്ക് കടന്നിട്ടുണ്ട്. 20 പേരെ നിലവിൽ ചോദ്യം ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ളവരെ ഒക്കെയും ഉടനെ ചോദ്യം ചെയ്യും എന്നുള്ള വിവരം കൂടി ലഭിക്കുന്നുണ്ട്. ഈ ഘട്ടത്തിൽ ഈ യൂണിവേഴ്സിറ്റിയുടെ ഈ ക്യാമ്പസിന് മുന്നിൽ സത്യത്തിലൊരു പ്രതിഷേധങ്ങൾ നിരവധി സംഘടനകളുടെ ഭാഗത്തു നിന്നുണ്ടാകും. ഇനിയും പ്രതിഷേധം ഇവിടേക്ക്
ഉണ്ടാകുമെന്നുള്ള വിവരം ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഗേറ്റിന് കുറച്ചുകൂടി മുന്നിലേക്ക് ഒരു ബാരിക്കേഡ് തീർക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് പോലീസ് നിലവിലുള്ളത്. എന്തായാലും രാവിലെ മുഹമ്മദ് റഹീസാണ് വിവരങ്ങൾ നൽകിയത്. ചെന്നൈയിൽ നിന്ന് കോട്ടൂർപുരം പോലീസ് ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട് എന്ന വിവരമാണ് വരുന്നത്. വിദ്യാർത്ഥിനിയുടെ ആൺ സുഹൃത്ത് അടക്കം 20 പേരെ ഇതിനോടകം ചോദ്യം ചെയ്തിട്ടുണ്ട്. ഈ പീഡനം നടന്ന ആ മേഖലയിൽ CCTV പ്രവർത്തനരഹിതമായിരുന്നു എന്നൊരു ഗൗരവമുള്ള വിവരം കൂടി വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ പോലീസിന് അത് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കും. ഈ സർക്കാരിനെ വിമർശിച്ച് പ്രതിപക്ഷ പാർട്ടികൾ രംഗത്ത് വന്നിട്ടുണ്ട്. AIADMK BJP ഒക്കെ രംഗത്തെത്തിയിട്ടുണ്ട്. SFIയുടെ പ്രതിഷേധം ക്യാമ്പസിന് പുറത്ത് നടക്കുന്നുണ്ട്. കൂടുതൽ വിദ്യാർത്ഥി സംഘടനകൾ അവിടേക്ക് എത്തും എന്ന വിവരം കൂടി വരുന്നുണ്ട്. എന്തായാലും ഒരാളെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അത് ആ കസ്റ്റഡിയിലെടുത്തയാളെ പെൺകുട്ടി തിരിച്ചറിഞ്ഞിട്ടുമില്ല. കൂടുതൽ അന്വേഷണം വേണ്ടിവരും എന്ന് തന്നെയാണ് പോലീസ് കേന്ദ്രങ്ങളും അറിയിക്കുന്നത്. മുഹമ്മദ് റഹീസാണ് വിവരങ്ങൾ നൽകിയത്. ആലപ്പുഴ ആറാട്ടുപുഴയിൽ വയോധികയെ തെരുവുനായ കടിച്ചുകൊന്ന സംഭവത്തിന്റെ ഞെട്ടലിലാണ് നാട്. തെരുവുനായ ശല്യം രൂക്ഷമായ പ്രദേശത്ത് 81-കാരി കാർത്തിയായനി അമ്മയെ വീടിന് പുറത്ത് കിടത്തി വീട്ടുകാർ പോയപ്പോഴായിരുന്നു ആക്രമണം. എന്നാൽ കാർത്തിയായനിയുടെ ആവശ്യപ്രകാരമാണ് പുറത്ത് കിടത്തിയത് എന്നാണ് മകന്റെ ന്യായീകരണം. തെരുവുനായ ശല്യം അതിരൂക്ഷമായ പ്രദേശമാണ് ആറാട്ടുപുഴയിലെ അഴീക്കോടൻ നഗർ. ഇവിടെയാണ് 81-കാരി കാർത്തിയായനി അമ്മ തെരുവ് നായ്ക്കളുടെ ക്രൂരമായ ആക്രമണത്തിനിരയായി കൊല്ലപ്പെട്ടത്. പ്രായമായ അമ്മയെ വീട്ടിൽ ഒറ്റയ്ക്കാക്കി പോകുമ്പോൾ അയൽക്കാരോട് പോലും പറയാറില്ല. മുറ്റത്തിരുന്ന് അമ്മ ആഹാരം കഴിച്ചത് കൊണ്ടാണ് അപകടമുണ്ടായതെന്നും നാട്ടുകാർ. ഇവരെവിടെങ്കിലും അല്ല ഒന്ന് പറയച്ചും പോകത്തില്ല. ഈ തള്ളയെ വെളിക്കിരുത്തിക്കൊണ്ട് പോകുന്നല്ലാതെ ആരോട് അയൽക്കാരുമായിട്ടൊരു സഹകരണമില്ല. അത് അവരകത്തായിരുന്നെങ്കിലും കുഴപ്പമില്ല, അവരെ പുറത്തേറ്റ് പൂട്ടി വെച്ചാൽ പോയിരിക്കുന്നു. അകത്ത് അമ്മയ്ക്ക് വേണ്ടി പ്രത്യേകം മുറിയുണ്ടെന്നും പകൽ സമയം അമ്മയുടെ ആവശ്യപ്രകാരം പുറത്തിരിക്കുന്നതാണെന്നുമാണ് മകന്റെ വാദം. അകത്ത് അമ്മയ്ക്ക് ഒരു മുറിയുണ്ട്, പക്ഷെ ഇത് ഈ സ്റ്റെപ്പ് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും കയറണ്ടല്ലോ, പ്രായമല്ലേ. ഞാനത് കാരണം ഞാൻ പറയാം, ഒന്നീ അമ്മ അകത്തിരി, അല്ലെങ്കിൽ വെളിയിലേക്ക് മോനെ ഞാൻ വെളിയിലേക്കാം, നീ വരുമ്പോഴത്തേനും ഞാൻ അകത്ത് കയറാം. അപ്പോൾ അവള് ചിലപ്പം വെളി കൊണ്ട് കൊടുക്കും, അല്ലെ അകത്താണെങ്കിൽ അമ്മയ്ക്ക് അകത്തിരുന്ന് ഭക്ഷണം കൊടുക്കും. ഇതല്ലാതെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുന്നേ. തകഴി സ്വദേശിനിയായ കാർത്തിയായനി അമ്മ ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് മകൻ പ്രകാശന്റെ ഭാര്യയുടെ വീടായ ആറാട്ടുപുഴയിൽ താമസിക്കാനെത്തുന്നത്. അമ്മയെ തനിച്ചാക്കി വീടും ഗേറ്റും പൂട്ടിയായിരുന്നു ഇന്നലെ ഇരുവരും പുറത്തുപോയത്. പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ടുള്ള വേലിക്കെട്ടിനിടയിലൂടെയാണ് നായ്ക്കൾ പുരയിടത്തിലെത്തിയത്. ആക്രമണത്തിൽ ഇടത്തെ കണ്ണൊഴിച്ച് മറ്റ് മുഖഭാഗങ്ങളെല്ലാം നഷ്ടമായിരുന്നു. വൈകിട്ട് മകൻ വീട്ടിലെത്തുമ്പോഴും തെരുവ് നായ്ക്കൾ കാർത്തിയായനി അമ്മയെ കടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. തൃക്കുന്നപ്പുഴ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം തകഴി അരയൻചിറയിലെ കാർത്തിയായനി അമ്മയുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി. വൈകിട്ടാണ് സംസ്കാരം. 24 ആലപ്പുഴ. കോഴിക്കോട് വടകരയിൽ കാരവാനിൽ 2 പേർ മരിച്ചത് കാർബൺ മോണോക്സൈഡ് ശ്വസിച്ചെന്ന പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ജനറേറ്ററിൽ നിന്ന് വിഷവാതകം ചോർന്നതായി നിഗമനമുണ്ട്. ഇക്കാര്യത്തിൽ സ്ഥിരീകരിക്കുന്നതിൽ വാഹനത്തിൽ കൂടുതൽ പരിശോധന നടത്തും. സംഭവത്തിൽ ദുരൂഹത ഇല്ലെന്ന് പോലീസ് വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസമാണ് വടകര കരിമ്പനപ്പാലത്ത് കാരവാനിൽ 2 പേരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മലപ്പുറം വണ്ടൂർ സ്വദേശി മനോജ് കുമാറും കാസർഗോഡ് സ്വദേശി ജോയലുമാണ് മരിച്ചത്. ഇവരുടെ മരണകാരണം കാർബൺ മോണോക്സൈഡ് ശ്വസിച്ചെന്നാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. വാഹനത്തിലെ ജനറേറ്ററിൽ നിന്ന് വാതകം ചോർന്നതാകാമെന്നാണ് പോലീസ് വിലയിരുത്തൽ. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ അന്വേഷണം നടക്കുകയാണ്. മോട്ടോർ വാഹന വകുപ്പും ഫോറൻസിക് വിദഗ്ധരും വാഹനം പരിശോധിക്കും. കൂടുതൽ പരിശോധനയ്ക്കായി 2 പേരുടെയും ആന്തരിക അവയവങ്ങൾ ഫോറൻസിക് ലാബിലേക്ക് അയച്ചിട്ടുണ്ട്. അതേസമയം ഇരുവരുടെയും മരണത്തിന് പിന്നിൽ ദുരൂഹതയില്ലെന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നു. 24 കോഴിക്കോട്. ചോദ്യപേപ്പർ ചോർച്ചാ കേസിൽ യൂട്യൂബ് ചാനലായ MS സൊല്യൂഷൻസിന്റെ CEO മുഹമ്മദ് ഷുഹൈബ് വിദേശത്തേക്ക് കടക്കുന്നത് തടയാൻ ക്രൈംബ്രാഞ്ച്. ഇയാൾക്കായി ലുക്കൌട്ട് സർക്കുലർ പുറത്തിറക്കി. അതേസമയം സ്കൂൾ അധ്യാപകരെ കേന്ദ്രീകരിച്ചും ക്രൈംബ്രാഞ്ച് അന്വേഷണം തുടങ്ങി. ക്രൈംബ്രാഞ്ചിന് മുന്നിൽ ചോദ്യം ചെയ്യലിന് ചൊവ്വാഴ്ച ഹാജരാകാൻ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും MS സൊല്യൂഷൻ CEO ഷുഹൈബ് ഹാജരായിരുന്നില്ല. പിന്നാലെയാണ് ലുക്കൌട്ട് സർക്കുലർ പുറത്തിറക്കിയത്. ഷുഹൈബ് വിദേശത്തേക്ക് കടക്കുന്നത് തടയുകയാണ് ലക്ഷ്യം. നോട്ടീസ് ലഭിച്ച MS സൊല്യൂഷനിലെ 3 അധ്യാപകർ നാളെ ഹാജരാകുമെന്ന് അന്വേഷണ സംഘത്തെ അറിയിച്ചിട്ടുണ്ട്. ഷുഹൈബ് നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ 31-നാണ് കോഴിക്കോട് പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജി പരിഗണിക്കുക. അതേസമയം ചോദ്യപേപ്പർ ചോർച്ചയിൽ സ്കൂൾ അധ്യാപകരെ കേന്ദ്രീകരിച്ചും ക്രൈംബ്രാഞ്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അധ്യാപകരുടെ CDR ഉടൻ പരിശോധിക്കും. ഷുഹൈബുമായി ബന്ധമുള്ള അധ്യാപകരെ ഇതിൽ നിന്ന് കണ്ടെത്താൻ കഴിയുമെന്നാണ് ക്രൈംബ്രാഞ്ച് വിലയിരുത്തൽ. 24 കോഴിക്കോട്. ശരണം സന്നിധാനം. സൈക്കിൾ പ്യൂർ അഗർബത്തി ശരണം സന്നിധാനം സമർപ്പിക്കുന്നത് അഗർബത്തി എന്നാൽ സൈക്കിൾ.
ശബരിമലയിൽ ഇന്ന് തങ്ക അങ്കി ചാർത്തി ദീപാരാധന നടക്കും. ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകിട്ട് 5 വരെ ദർശനം അനുവദിക്കില്ല. 6:30-ക്കാണ് ദീപാരാധന നടക്കുന്നത്. അശ്വിൻ പാലാഴി സന്നിധാനത്ത് നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകും. അശ്വിൻ, മണ്ഡലപൂജ നാളെയാണ്, നാളെ ഉച്ചയ്ക്കാണ്. അപ്പോൾ 41 ദിവസത്തെ മണ്ഡലകാലത്തിന് നാളെ പരിസമാപ്തിയാവുകയാണ്. തങ്ക അങ്കി ഘോഷയാത്ര പമ്പയിലെത്തി ഇപ്പോൾ സന്നിധാനത്തേക്കുള്ള യാത്രയിലാണോ? വിജയകുമാർ പമ്പയിലെത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അവിടെ ദേവസ്വം മന്ത്രി VN വാസവനാണ് ഈ തങ്കയങ്കി രഥഘോഷയാത്രയെ സ്വീകരിക്കുന്നത്. 1973 തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന ശ്രീ ചിത്തിരുനാൾ സ്വാമി അയ്യപ്പന് ചാർത്താൻ നൽകിയ തങ്കയങ്കി, അത് ചാർത്തിയുള്ള ദീപാരാധന ഇന്ന് വൈകുന്നേരം 6:30-ക്കാണ്. അത് വലിയ പ്രസക്തിയുള്ളൊരു ചടങ്ങ് കൂടിയാണ്. ശബരിമല മണ്ഡലകാലത്തെ അപേക്ഷിച്ച് തീർത്ഥാടകർക്ക് വലിയ കാര്യമുള്ള അല്ലെങ്കിൽ വലിയ വിശ്വാസമുള്ളൊരു ദിവസം കൂടിയാണിന്ന്. ഇപ്പോൾ നമുക്ക് കാണാം, വലിയ തീർത്ഥാടക തിരക്കില്ലാത്തൊരു സമയമാണ്. ആളുകൾക്ക് വളരെ സുഗമമായി, പോലീസിൻ്റെ നിയന്ത്രണങ്ങളോ പിടിച്ചു തള്ളലോ ഒന്നുമില്ലാതെ വളരെ സുഗമമായി ദർശനം നടത്താൻ കഴിയുന്ന ഒരു അവസരം ഇപ്പോൾ സന്നിധാനത്തുണ്ട്. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഇന്ന് തങ്കയങ്കി രഥഘോഷയാത്രയോടനുബന്ധിച്ച് 11 മണി മുതൽ തീർത്ഥാടകരെ പമ്പയിൽ നിന്ന് കടത്തിവിട്ടിരുന്നില്ല. അതുകൊണ്ട് തന്നെ 11 മണിക്ക് മുൻപ് മല ചവിട്ടിയ ആളുകൾ മാത്രമാണ് ഇപ്പോൾ സന്നിധാനത്തുള്ളത്. ഇന്ന് അധികമായി 1 മണിക്കൂർ തീർത്ഥാടകർക്ക് ദർശനത്തിനുള്ള സമയം കൂടി അനുവദിച്ചിട്ടുണ്ട്. സാധാരണ നിലയിൽ 1 മണിക്ക് നടയടച്ച് 3 മണിക്ക് വീണ്ടും തുറക്കുകയാണ് പതിവ്. എന്നാൽ ഇന്ന് തങ്കയങ്കി ഘോഷയാത്രയുടെ ഭാഗമായി, ദീപാരാധനയുടെ ഒക്കെ ഭാഗമായി 2 മണി വരെ ദർശനം നീട്ടിയിട്ടുണ്ട്. അപ്പം 5 മണിക്ക് മാത്രമേ നട തുറക്കുകയുള്ളൂ. തീർത്ഥാടകരെ പമ്പയിൽ നിന്ന് 5 മണിക്ക് മാത്രമേ കയറ്റിയും തുടങ്ങുകയുള്ളൂ. അവർക്ക് ദീപാരാധന, അതായത് തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധനയ്ക്ക് ശേഷം മാത്രമായിരിക്കും ഇനി ദർശനം അനുവദിക്കുക. നാളെ മണ്ഡലപൂജയ്ക്കുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. ഭക്തിസാന്ദ്രമാണ് വിജയകുമാർ സന്നിധാനം. 41 ദിവസത്തെ മണ്ഡല മഹോത്സവത്തിന് പരിസമാപ്തിയാവുകയാണ്. നാളെയാണ് മണ്ഡല പൂജ നടക്കുന്നത്. തങ്കയങ്കി ഘോഷയാത്ര ഇപ്പോൾ പമ്പയിൽ എത്തിയിട്ടുണ്ട്. സന്നിധാനത്തേക്കുള്ള യാത്ര തുടരുകയാണ്. ഇനി ശബരിമലയിലെ ഇന്നത്തെ ചടങ്ങുകൾ നോക്കാം. BLM ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് ശബരിമലയിലെ ചടങ്ങുകൾ സമർപ്പിക്കുന്നത് ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. BLM ഹൗസിംഗ് കോപ്പറേറ്റീവ് ഇപ്പോഴൊരു പ്രധാന റിപ്പോർട്ട് വരുന്നത് കസാക്കിസ്ഥാനിൽ യാത്രാ വിമാനം തകർന്നു. അക്ടോവിലാണ് യാത്രാ വിമാനം തകർന്നു വീണത്. 67 യാത്രക്കാർ വിമാനത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് പ്രാഥമിക റിപ്പോർട്ടുകൾ. ആ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. വിവരങ്ങളുമായി സരുണെ ജോസ് ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുന്നുണ്ട്. സരുൺ, വിമാനം താഴേക്ക് പതിച്ചു, അത് തീപിടിച്ചു പൊട്ടിത്തെറിക്കുകയാണ്. അതിൽ 67 യാത്രക്കാരുണ്ടായിരുന്നു എന്നാണ് ഈ ഘട്ടത്തിൽ ലഭ്യമായ വിവരങ്ങൾ. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണോ? അതിൽ എത്ര പേര് അവശേഷിക്കുന്നു എന്ന ചോദ്യം നമുക്ക് ചോദിക്കേണ്ടി വരുന്നത്, കാരണം ആ സ്ഫോടനവും വലിയ പുകച്ചുരുളുകൾ ആകാശത്തേക്ക് ഉയരുന്നതും കാണുമ്പോഴാണ്. എന്തെങ്കിലും കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? വിജയകുമാർ, കസാക്കിസ്ഥാന്റെ കിഴക്കൻ തീരമായ അകൗട്ടു കാസ്പിയൻ കടലിന് ചേർന്നുള്ള ഒരു നഗരമാണ്. ഈ നഗരത്തിലാണ് യാത്രാ വിമാനം തകർന്നു വീണത്. ഈ വിമാനത്തിൽ 67 യാത്രക്കാരും 5 വിമാന ജോലിക്കാരും ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ. അങ്ങനെ ആകെ 72 പേരായിരുന്നു ഈ വിമാനത്തിൽ ഉണ്ടായിരുന്നത്. ഏറ്റവും പ്രതീക്ഷ നൽകുന്ന ചില റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഈ വിമാനം തകർന്നതിന് ശേഷം ഇതിൽ നിന്ന് ചില യാത്രക്കാരെ രക്ഷപ്പെടുത്താൻ സാധിച്ചെന്നുള്ള വിവരമാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്നത്. അസർബൈജാൻ എയർലൈൻസിന്റെ വിമാനമാണിത്. ഇത് അസർബൈജാൻ തലസ്ഥാനമായ ബാക്കുവിൽ നിന്ന് ചെച്നിയയിലെ ഗ്രോസ്രിയിലേക്ക് പോകുമ്പോഴായിരുന്നു ഈ വിമാനം തകർന്നു വീണത്. 2 കാരണങ്ങളാണ് ഇപ്പോൾ സംശയിക്കുന്നത്. ഒന്ന്, ഈ മോശം കാലാവസ്ഥ കാരണം ഇത് ഈ അകൗട്ടു നഗരത്തിന് മുകളിൽ കൂടി വിമാനം വട്ടമിട്ട് ചുറ്റി കുറേ നേരം ചുറ്റിയിരുന്നെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. മറ്റൊന്ന്, ഒരു പക്ഷിയുമായി കൂട്ടിയിടിച്ചതിനെ തുടർന്ന് വിമാനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടെന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. എന്നാൽ അത്തരത്തിലുള്ള സ്ഥിരീകരണമൊന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല. വിജയകുമാർ, എന്താണ് സംഭവിച്ചത്, അപകട കാരണം എന്താണ് എന്നറിയില്ല. യാത്രക്കാർ 67 വിമാന ജീവനക്കാരും ഉണ്ടായിരുന്നു. അപകടത്തിന് ശേഷം പരിക്കുകളോടെ പലരെയും അതിൽ നിന്ന് പുറത്തിറക്കി എന്ന വിവരം കൂടി വരുന്നുണ്ട്. അത്രയും ആശ്വാസം. നേരത്തെ നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാണുമ്പോൾ അത് കത്തിയമർന്നു പൂർണ്ണമായും പോയി എന്നാണ് കരുതിയത്. പക്ഷെ അങ്ങനെയല്ല, അത് ഭാഗികമായി മാത്രമേ അതിന് തീ പിടിച്ചിരുന്നുള്ളൂ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൂടുതൽ വിവരങ്ങൾ ലഭ്യമായി വരുന്നതേ ഉള്ളൂ. സരുണെ ജോസ് ആണ് വിവരങ്ങൾ നൽകിയത് ന്യൂസ് ഡെസ്കിൽ നിന്ന്.
കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന MT വാസുദേവൻ നായരുടെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നു. ഡോക്ടേഴ്സിന്റെ നിരീക്ഷണത്തിൽ തീവ്രപരിചരണ വിഭാഗത്തിലാണ് അദ്ദേഹം. യന്ത്രസഹായമില്ലാതെ അദ്ദേഹം ശ്വസിക്കുന്നുണ്ട്. ഇക്കഴിഞ്ഞ 15-ന് രാവിലെയാണ് ശ്വാസതടസ്സത്തെ തുടർന്ന് MT ആശുപത്രിയിലേക്ക് മാറ്റിയത്. വനം നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട കരടിൽ പരിഷ്കാരം നിയമസഭയിൽ മാത്രം. ഭേദഗതികൾ വനമന്ത്രി സബ്ജക്ട് കമ്മിറ്റിയിൽ അവതരിപ്പിക്കും. വരുന്ന സമ്മേളനത്തിൽ ബില്ല് അവതരിപ്പിക്കുന്ന കാര്യത്തിൽ സർക്കാരിൽ ആശയക്കുഴപ്പമുണ്ട്. തിടുക്കത്തിൽ ബില്ല് കൊണ്ടുവരേണ്ടതില്ല എന്ന നിലപാടിലാണ് മുഖ്യമന്ത്രി. വനനിയമ ഭേദഗതിക്കെതിരെ കേരള കോൺഗ്രസ് എമ്മും ക്രൈസ്തവ സഭകളും വലിയ പ്രതിഷേധമുയർത്തുന്ന സാഹചര്യത്തിലാണ് പുനഃപരിശോധനയ്ക്ക് സർക്കാർ ഒരുങ്ങുന്നത്. ബില്ല് സഭയിലെത്തുമ്പോൾ വനമന്ത്രി സബ്ജക്ട് കമ്മിറ്റിയിൽ ഭേദഗതികൾ നിർദ്ദേശിക്കും. വാറന്റ് കൂടാതെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നിർദ്ദേശങ്ങളിൽ മാറ്റം വരുത്താനാണ് ആലോചന. 31-ന് അവസാനിക്കുന്ന ഹിയറിംഗിന് ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുക. ക്രൈസ്തവ സഭകളുടെയും കേരള കോൺഗ്രസ് എമ്മിന്റെയും ആവശ്യങ്ങളും പരിശോധിക്കാൻ തീരുമാനമുണ്ട്. വരുന്ന സമ്മേളനത്തിൽ ബില്ല് അവതരിപ്പിക്കുന്ന കാര്യത്തിൽ ആശയക്കുഴപ്പം തുടരുകയാണ്. തിടുക്കത്തിൽ ബില്ല് കൊണ്ടുവരേണ്ടെന്ന നിലപാടിലാണ് മുഖ്യമന്ത്രി. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ അടുത്തു നിൽക്കുന്ന സാഹചര്യത്തിൽ ജനവികാരം എതിരാകുന്ന നടപടികളിലേക്ക് സർക്കാർ നീങ്ങില്ല. 24 തിരുവനന്തപുരം. മലപ്പുറം വാഴക്കാട് ലഹരിക്കേസിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. മുഖ്യപ്രതി ഷബീബിന്റെ മൊബൈൽ ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കും. ഷബീബിന് മൊബൈൽ ഫോൺ വഴി നിർദ്ദേശങ്ങൾ അയച്ച ജിതിനെ കണ്ടെത്തിയാൽ മാത്രമേ അന്വേഷണം മുന്നോട്ട് പോകൂ എന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. MDMA വാങ്ങാൻ 2 നടിമാർ എത്തുമെന്ന മുഖ്യപ്രതി ഷബീബിനോട് പറഞ്ഞത് ജിതിനാണെന്നാണ് മൊഴി. 2 നടിമാരുടെ പേരും പോലീസിനോട് പ്രതി പറഞ്ഞിട്ടുണ്ട്. ഇതിൽ വാസ്തവമുണ്ടോ എന്നാണ് പരിശോധിക്കുന്നത്. ഷബീബിന്റെ മൊബൈൽ ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കും. ഇതോടെ ജിതിനിലേക്കും കൂടുതൽ കണ്ണുകളിലേക്കും എത്താനാകുമെന്ന പോലീസ് കണക്ക് കൂട്ടുന്നു. ജിതിനെ പിടികൂടാനായാൽ സിനിമാ മേഖലയിലുള്ളവർക്ക് ബന്ധമുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തത വരും. ഇന്നലെ പോലീസ് കസ്റ്റഡിയിലെടുത്ത ഒമാനിൽ നിന്ന് MDMA എത്തിച്ച അബൂ താഹിറിനെ കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണ്. അബൂ താഹിർ വഴി ലഹരിയുടെ ഉറവിടം കണ്ടെത്താനാകുമെന്നാണ് പോലീസിന്റെ പ്രതീക്ഷ. വിദേശത്തു നിന്ന് എയർപോർട്ട് വഴി ലഹരി എത്തിച്ച സാഹചര്യത്തിൽ മുഖ്യപ്രതി ഷബീബിനെ കേന്ദ്ര ഇന്റലിജൻസ് സംഘവും ചോദ്യം ചെയ്തിരുന്നു. 510 ഗ്രാം MDMA ആയിരുന്നു പോലീസ് പിടികൂടിയത്. 24 മലപ്പുറം. ഓൺലൈൻ തട്ടിപ്പിലൂടെ മുഖ്യപ്രതി തട്ടിയെടുത്ത 35 ലക്ഷം രൂപ കണ്ടെത്തിയെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ. അറസ്റ്റിലായ മുഖ്യപ്രതി ലിങ്കൺ ബിശ്വാസിന് പണം വിദേശത്തേക്ക് അയച്ച് ബീറ്റ് കോയിനുകൾ നിക്ഷേപിക്കും. തട്ടിപ്പിലൂടെ ലഭിച്ച 75 ലക്ഷം രൂപ അക്കൗണ്ടിൽ ഫ്രീസ് ചെയ്തിട്ടുണ്ട്. 15 അക്കൗണ്ടുകളിൽ നിന്ന് പണമെത്തി 5 സംസ്ഥാനങ്ങളിലേക്ക് തട്ടിപ്പ് പണം എത്തുകയും ചെയ്തു. പ്രതി ചൈനീസ് ആപ്പും കംബോഡിയയിലെ IP അഡ്രസ്സുമാണ് ഉപയോഗിച്ചത്. കേസിൽ കൂടുതൽ പ്രതികളെ കണ്ടെത്താനുണ്ട് എന്നും കമ്മീഷണർ വ്യക്തമാക്കി. ഏത് അക്കൗണ്ടിൽ കൂടാണ് പൈസ പോയത്, ആ അക്കൗണ്ടുകളിൽ ഏകദേശം 1,32,00,000 ഫ്രീസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ പൈസ എല്ലാം നമ്മൾ സീസർ മഹസർ പ്രകാരം സീസ് ചെയ്തിട്ട് അത് കോടതിക്ക് കൊടുത്തിട്ട് ശേഷം കോടതിയുടെ ഓർഡർ കൂടെ ഈ 1,32,00,000 വിക്ടിംക്ക് തിരിച്ചു കൊടുക്കണമെന്ന ഓർഡറായി. അതിനകത്ത് 35 ലക്ഷം നമുക്ക് വിക്ടിംക്ക് തിരിച്ചു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. കൊല്ലം നിലമേലിൽ പ്രഭാത സവാരിക്കിറങ്ങിയ സ്ത്രീ റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ വാഹനമിടിച്ചു മരിച്ചു. മുഴുക്കുമൺ പ്ലാച്ചിറവട്ടം വീട്ടിൽ ശൈല ബീവിയാണ് മരിച്ചത്. രാവിലെ 6 മണിയോടെ പ്രഭാത സവാരിക്കിറങ്ങിയ ശൈല ബീവി MC റോഡ് മുറിച്ചു കടക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് കാർ ഇടിക്കുന്നത്. റോഡിൽ തെറിച്ചു വീണ ശൈല ബീവിയുടെ ശരീരത്തിലൂടെ എതിർദിശയിൽ വന്ന ലോറി കയറി ഇറങ്ങുകയായിരുന്നു. അപകടത്തിൽ ശൈല ബീവി തൽക്ഷണം മരിച്ചു. മൃതദേഹം ചിന്നിച്ചിതറിയ നിലയിലാണ്. രാവിലെ നടക്കാറിയതാ. അന്നേരം റോഡ് ക്രോസ് ചെയ്തപ്പോൾ ഒരു കാർ കാറിടിച്ച് ഒരു ലോറിയുടെ മുമ്പിലായി പോയി. ലോറി കയറി ഇറങ്ങി. അതാണ് ഉണ്ടായത്. അപകടത്തിന് ശേഷം നിർത്താതെ പോയ ലോറി കണ്ടെത്താൻ പോലീസ് അന്വേഷണം ആരംഭിച്ചു. കാർ ഓടിച്ചിരുന്ന ആളെ ചടയമംഗലം പോലീസ് കസ്റ്റഡിയിലെടുത്തു. കടക്കിൽ നിന്നും ഫയർഫോഴ്സ് സംഘം എത്തിയ റോഡ് വൃത്തിയാക്കിയതിനു ശേഷമാണ് MC റോഡിൽ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞത്. 24 കൊല്ലം. തിരുവനന്തപുരത്ത് ക്രിസ്മസ് ആഘോഷത്തിന്റെ അലങ്കാരത്തിനിടെ മരത്തിൽ നിന്ന് വീണു പരിക്കേറ്റ യുവാവ് മരിച്ചു. കിളിമാനൂർ ആലത്തുകാവ് സ്വദേശി AS അജിനാണ് മരിച്ചത്. വിദഗ്ധ ചികിത്സ വേണമെന്ന ഡോക്ടേഴ്സിന്റെ നിർദ്ദേശം അവഗണിച്ച് വീട്ടിൽ വിശ്രമിക്കുന്നതിനിടെയാണ് മരണം. രാവിലെ ചായയുമായി ചെന്ന വീട്ടുകാരാണ് അജിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇന്നലെ രാത്രിയാണ് അരശിവിള നാട്ടുകൂട്ട ക്ലബിന്റെ ക്രിസ്മസ് ആഘോഷ പരിപാടികൾക്കിടെ അപകടമുണ്ടായത്. കിളിമാനൂർ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം തുടങ്ങി.
ക്രിസ്മസ് ദിനത്തിൽ സിറോ മലബാർ സഭ എറണാകുളം അങ്കമാലി അതിരൂപത ബിഷപ്പ് ഹൗസിന് മുന്നിൽ നിൽപ്പ് സമരവുമായി ഒരു വിഭാഗം വൈദികർ. ഏകീകൃത കുർബാന തർക്കവുമായി ബന്ധപ്പെട്ട് 4 വൈദികർക്കെതിരായ അച്ചടക്ക നടപടിക്കെതിരെയാണ് പ്രതിഷേധം. വൈദിക സമിതി സെക്രട്ടറി ഫാദർ കുര്യാക്കോസ് മുണ്ടാടൻ ഉദ്ഘാടനം ചെയ്തു. നേതൃത്വം കൂടെ നിർത്തിയിരിക്കുന്നത് ക്രിമിനലുകളെയാണെന്നും ഇവർ നടപ്പാക്കുന്ന അനീതി അനുസരിക്കില്ല എന്നും വൈദിക സമിതി വ്യക്തമാക്കി. മതസൗഹാർദ്ദത്തിന്റെ പുതുമാതൃക സൃഷ്ടിച്ച് പോത്തൻകോട് ശാന്തിഗിരിയിൽ ക്രിസ്മസ് ആഘോഷം. ശാന്തിഗിരി ഫെസ്റ്റിന്റെ ഭാഗമായാണ് ക്രിസ്മസ് ആഘോഷം സംഘടിപ്പിച്ചത്. 10ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് ജനുവരി 1 വരെ ഫെസ്റ്റിൽ പ്രവേശനം സൗജന്യമാണ്. കാഴ്ചയുടെ പുതുവസന്തം സൃഷ്ടിക്കുന്ന ശാന്തിഗിരി ഫെസ്റ്റിൽ ഇന്നു മുതൽ കൂടുതൽ ആകർഷണങ്ങൾ. 10ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് ഇന്നു മുതൽ ജനുവരി 1 വരെ പ്രവേശനം സൗജന്യം. സ്കൂൾ ഐഡന്റിറ്റി കാർഡുമായി ഫെസ്റ്റിലേക്ക് എത്തുന്നവർക്കാണ് സൗജന്യ പ്രവേശനം. ഇന്ന് രാവിലെ ക്രിസ്മസ് ആഘോഷവും കേക്ക് മുറിക്കലും ശാന്തിഗിരിയിൽ ഒരുക്കി. ഫ്ലവേഴ്സിലൂടെ വൈറലായ പൊടിയൻ കൊച്ചേട്ടനും സംഘവും അവതരിപ്പിക്കുന്ന കോമഡി ഷോയും ഇന്നത്തെ പ്രത്യേകതയാണ്. കൽക്കി ബാൻഡിന്റെ മ്യൂസിക്കൽ ഷോയും ഇന്ന് ശാന്തിഗിരിയെ ഉത്സവാന്തരീക്ഷത്തിലെത്തിക്കും. ശാന്തിഗിരി ആശ്രമം തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിലെ 1 മുതൽ 10ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് നൽകുന്ന ഒരു ക്രിസ്മസ് സമ്മാനമാണ് ഈ ഫെസ്റ്റിലോട്ട് അവരുടെ ഫ്രീ എൻട്രി എന്നുള്ളത് തന്നെ. ഏതാണ്ട് നമ്മളൊരു 2-3 ലക്ഷം കുട്ടികളെ ഈ 3 ജില്ലകളിൽ നിന്നും പ്രതീക്ഷിക്കുന്നു. അതാണ് ക്രിസ്മസ് ദിനത്തിൽ ശാന്തിഗിരി ആശ്രമം കുട്ടികൾക്ക് വേണ്ടി നൽകുന്ന ഏറ്റവും വലിയ ക്രിസ്മസ് സമ്മാനം. വലിയ സ്വീകരണമാണ് ശാന്തിഗിരി ഫെസ്റ്റിന് ലഭിക്കുന്നത്. വമ്പൻ ഫ്ലവർ ഷോയ്ക്ക് പുറമെ കുട്ടികൾക്കായുള്ള വിവിധ ക്രമീകരണങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഫ്ലവേഴ്സിന്റെ കുട്ടേട്ടനും മഞ്ഞിന്റെ അത്ഭുത ലോകത്തേക്കുള്ള സ്നോ ഹൗസും കാണാൻ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. 24 തിരുവനന്തപുരം. ഹൈറേഞ്ചിലെ ഏറ്റവും വലിയ ക്രിസ്മസ് ആഘോഷത്തിനാണ് കഴിഞ്ഞ 2 രാത്രികളിൽ കുമളി വേദിയായത്. ബെത്ലഹേമിലെ പുൽക്കൂട്ടിൽ ഉണ്ണിയേശു പിറന്നതിന്റെ സ്മരണകൾ ചലന ദൃശ്യങ്ങളായി അവതരിപ്പിച്ചായിരുന്നു ആഘോഷം. ഇടുക്കി അട്ടപ്പള്ളം ഫൊറോന പള്ളിയുടെ നേതൃത്വത്തിലായിരുന്നു വ്യത്യസ്തമായ ആഘോഷ പരിപാടികൾ അരങ്ങേറിയത്. കിഴക്കൻ മലനിരകളെ ആഘോഷത്തിന്റെ ഉന്നതിയിലെത്തിക്കുന്നതായിരുന്നു കുമളിയിലെ ക്രിസ്മസ് റാലി. രക്ഷയുടെ നക്ഷത്രം എന്നർത്ഥം വരുന്ന സ്റ്റെല്ല സല്യൂത്തീസ് എന്ന പേരിലായിരുന്നു അട്ടപ്പള്ളം സെന്റ് തോമസ് പള്ളിയുടെ നേതൃത്വത്തിലുള്ള ക്രിസ്മസ് ആഘോഷം. ഇരുപത്തിയെട്ട് ചലനദൃശ്യങ്ങളുടെ അകമ്പടിയിൽ നടത്തിയ റാലി കാണാൻ കുമളി ടൗണിലും പള്ളി അങ്കണത്തിലും ആളുകൾ തടിച്ചുകൂടി. തുടർന്ന് നടന്ന പരിപാടിയിൽ നടൻ ജോണി ആന്റണി ക്രിസ്മസ് സന്ദേശം നൽകി. 400ഓളം വരുന്ന കലാകാരന്മാർ അണിനിരന്ന കലാവിസ്മയവും അരങ്ങേറി. ഇങ്ങനെയൊരു ആഘോഷം ഇതിനു മുമ്പ് കണ്ടിട്ടില്ലാത്തതിനാൽ മലയോര ജനതയ്ക്ക് ഇത്തവണത്തെ ക്രിസ്മസ് വേറിട്ട അനുഭവമായി. എല്ലാ വിഭാഗത്തിലും പെട്ട ആളുകളെയും ഒത്തൊരുമിപ്പിച്ചുള്ള ക്രിസ്മസ് ആഘോഷം എന്നതായിരുന്നു അട്ടപ്പള്ളം സെന്റ് തോമസ് ദേവാലയത്തിന്റെ ലക്ഷ്യം. ക്രിസ്തുവിന്റെ മനുഷ്യാവതാരത്തിന്റെ മഹാജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി 2025 നക്ഷത്രങ്ങളും പള്ളി അങ്കണത്തിൽ പ്രകാശിപ്പിച്ചു. 24 ഇടുക്കി. UAEയിലും ക്രിസ്മസ് പ്രാർത്ഥനകൾ നടന്നു. വിവിധ ദേവാലയങ്ങളിൽ നടന്ന ചടങ്ങുകളിൽ ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവി പ്രവാസികളും മനസ്സ് നിറഞ്ഞ് ആഘോഷിക്കുകയാണ്. UAEയിലെ വിവിധയിടങ്ങളിൽ നടന്ന ദേവാലയങ്ങളിൽ നടന്ന പ്രാർത്ഥനകളിലും മറ്റ് ചടങ്ങുകളിലും ആയിരക്കണക്കിന് ആളുകളാണ് പങ്കാളികളായത്. മലയാളത്തിന് പുറമെ വിവിധ രാജ്യക്കാരായ ആളുകൾക്കായി വിവിധ ഭാഷകളിലായിരുന്നു പ്രാർത്ഥനാ ചടങ്ങുകൾ പല ദേവാലയങ്ങളിലും നടന്നത്. ദുബായ് സെന്റ് തോമസ് ഓർത്തഡോക്സ് കത്തീഡ്രലിലെ ചടങ്ങുകൾക്ക് വികാരി ഫാദർ അജു എബ്രഹാം നേതൃത്വം നൽകി. ഇടവക ട്രസ്റ്റി ഷാജി പുഞ്ചക്കോണം, സെക്രട്ടറി തോമസ് ജോസഫ്, ജോയിന്റ് ട്രസ്റ്റി ബിനു വർഗീസ്, ജോയിന്റ് സെക്രട്ടറി ശ്യാം ഫിലിപ്പ് എന്നിവർ നേതൃത്വം നൽകി.
അബുദാബി സെന്റ് ജോർജ് ഓർത്തഡോക്സ് കത്തീഡ്രൽ ദേവാലയത്തിലെ ക്രിസ്മസ് ശുശ്രൂഷകൾക്ക് ഇടവക വികാരി ഫാദർ ഗീവർഗീസ് മാത്യു, സഹവികാരി ഫാദർ മാത്യു ജോൺ എന്നിവർ നേതൃത്വം നൽകി. ഷാർജ സെന്റ് മേരി ജക്കബൈറ്റ് പള്ളിയിൽ നടന്ന ചടങ്ങുകൾക്ക് പള്ളി വികാരി ഫാദർ എൽദോസ് കാവാട്ട് നേതൃത്വം നൽകി. വൈകിട്ട് 5:30 മുതൽ നടന്ന ചടങ്ങുകൾക്ക് രാത്രി സ്നേഹവിരുന്നോടെയാണ് സമാപനമായത്. 6 മണിക്ക് നമ്മുടെ സന്ധ്യാപ്രാർത്ഥന ആരംഭിച്ചു. യാക്കോബായ സുറിയാനി സഭയുടെ ക്രമമനുസരിച്ചുള്ള ആരാധനകളാണ് നടക്കുന്നത്. രാത്രി 10:30 തീരത്തക്ക രീതിയിൽ ആണ് കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചിരിക്കുന്നത്. ഒരു 7:30 പ്രദക്ഷിണം ആരംഭിക്കും. തീജ്വാല ശുശ്രൂഷ അതിനുശേഷം നടക്കും. ഒരു 10:30 സ്നേഹവിരുന്നോടുകൂടെ ഈ വർഷത്തെ ക്രിസ്മസ് സർവീസുകൾ അവസാനിക്കത്തക്ക രീതിയിലാണ് നമ്മുടെ കാര്യങ്ങളെല്ലാം ആസൂത്രണം ചെയ്തിരിക്കുന്നത്. നാട്ടിലെത്താനായില്ല എങ്കിലും നാടിനേക്കാൾ ഗംഭീരമായി പ്രവാസ ലോകത്ത് ക്രിസ്മസ് ആഘോഷിക്കുന്നുണ്ടെന്ന് പ്രവാസികൾ പറയുന്നു. എത്താൻ പറ്റാണ്ട് വിഷമം അങ്ങനെ ഫീൽ ചെയ്യുന്നില്ല. കാരണം ഇവിടെ ക്രിസ്മസ് ആഘോഷങ്ങൾ നാട്ടിൽ ഇപ്പോൾ നടക്കുന്നതിനേക്കാളും വളരെ ആഘോഷമായിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ യൂത്ത് സ്റ്റേഷൻ്റെ പ്രവർത്തകർ ഒത്തിരി പേരുണ്ട്. ഇവിടെ എല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടും. ക്രിസ്മസിൻ്റെ പ്രോഗ്രാംസും കരോളും പരിപാടികളൊക്കെ ഉണ്ട്. പിന്നെ ഗ്ലോ ഗാർഡൻ ഇതുപോലുള്ള പ്രോഗ്രാംസൊക്കെ ഞങ്ങൾ ഇവിടെ തന്നെ ക്രിയേറ്റ് ചെയ്യും. ഇന്നലെ ഞങ്ങളുടെ ക്രിസ്മസിൻ്റെ പ്രോഗ്രാമായിരുന്നു യൂത്ത് അസോസിയേഷൻ്റെ. അപ്പോൾ അതിൽ എല്ലാവരും നമ്മുടെ യൂത്ത് സ്റ്റേഷൻ്റെ എല്ലാവരും പങ്കെടുക്കും. അതുകൊണ്ട് ഞങ്ങൾക്ക് നാട്ടിൽ പോയില്ലെങ്കിൽ തന്നെ ഇവിടുത്തെ ഈ ആഘോഷ പരിപാടികളിൽ പങ്കെടുക്കുമ്പോൾ തന്നെ ഒത്തിരി സന്തോഷമുണ്ട്. അർദ്ധരാത്രി വരെ നീണ്ട പ്രാർത്ഥനാ ചടങ്ങുകൾക്ക് ശേഷം പരസ്പരം ആശംസകൾ കൈമാറി ആഘോഷമായാണ് വിശ്വാസികൾ ഓരോ പള്ളികളിൽ നിന്നും മടങ്ങിയത്. ദുബായിൽ നിന്നും ശരത് ചെറുകുന്നിനൊപ്പം അരുൺ പാറാട്ട്, 24. നോക്കാം ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണനിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഫിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം. ശബരിമലയിൽ അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താനുള്ള തങ്ക അങ്കി ഘോഷയാത്ര ഇപ്പോൾ പമ്പയിലെത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് ശ്രീജിത്ത് ശ്രീകുമാരൻ വിവരങ്ങൾ നൽകും. ശ്രീജിത്ത്, ഘോഷയാത്ര പമ്പയിലെത്തി. അല്പസമയത്തിനകം അത് സന്നിധാനത്തേക്ക് ആ ഘോഷയാത്ര പോകും. പമ്പയിൽ ദേവസ്വം മന്ത്രി ഉൾപ്പെടെ ഘോഷയാത്രയെ സ്വീകരിക്കാനെത്തി എന്ന് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. വലിയ തിരക്കാണോ പമ്പയിലും ഇപ്പോൾ, ശ്രീജിത്ത്? തീർച്ചയായും വിജയകുമാർ, വലിയ തിരക്കാണ് പമ്പയിലും സന്നിധാനത്തും ഇപ്പോൾ അനുഭവപ്പെടുന്നത്. സന്നിധാനത്ത് ഏതാണ്ട് നടപ്പന്തൽ കടന്ന ഭക്തരുടെ ക്യൂ നീണ്ടു കഴിഞ്ഞു. ഇതുകൂടാതെ പമ്പയിൽ ഏതാണ്ട് ഉച്ചയ്ക്ക് 3 മണിവരെ അത് ഗണപതി കോവിലിന് സമീപത്തും ദർശനത്തിന് ഭക്തർക്ക് ദർശനത്തിന് സൗകര്യം ഉണ്ടാവും. അവിടെ പറസമർപ്പണം അടക്കമുള്ള ചടങ്ങുകളെല്ലാം പൂർത്തീകരിച്ചതിന് ശേഷം 3 മണിയോടെയായിരിക്കും ഇത് തങ്ക അങ്കി സന്നിധാനത്തേക്ക് കൊണ്ടുവരിക. അതൊരു രഥത്തിലായിരുന്നുവെങ്കിൽ ഇനി ആളുകൾ ചുമലിലേറ്റിയായിരിക്കും തങ്കയങ്കി സന്നിധാനത്തേക്ക് കൊണ്ടുവരിക. എന്തായാലും സന്നിധാനത്ത് അതിനുള്ള ഒരുക്കങ്ങളെല്ലാം ക്രമീകരിച്ചു കഴിഞ്ഞു. ദേവസ്വം ബോർഡ് പ്രസിഡന്റും അതുപോലെ തന്നെ ദേവസ്വം മന്ത്രിയും അടക്കമുള്ള പ്രമുഖരാണ് ഈ തങ്കയങ്കി ഇപ്പോൾ അവിടെ ഏറ്റുവാങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ ഗണപതി കോവിലിനടുത്ത് ഭക്തർക്ക് ദർശനത്തിന് വേണ്ടി തങ്കയങ്കി വെച്ചിരിക്കുകയാണ്. സമയം കൂടി ദർശനം തുടരും. 3 മണിയോടുകൂടി ഇത് കൃത്യമായ രീതിയിൽ ഇവിടേക്ക് ആചാരപൂർവ്വം ഇവിടേക്ക് എഴുന്നള്ളിക്കും. മരക്കൂട്ടത്ത് വെച്ച് ദേവസ്വം ബോർഡിന്റെ അധികൃതർ ഇത് വീണ്ടും സ്വീകരിക്കും. അവിടെ വെച്ച് അയ്യപ്പ സേവാ സംഘത്തിന്റെ സ്വീകരണം ഉണ്ടാവും. പിന്നീട് കർപ്പൂരാഴി അടക്കം വെച്ചുകൊണ്ടുള്ള സ്വീകരണവും നടത്തി സന്നിധാനത്തേക്ക് എത്തിക്കും. തുടർന്ന് അത് ചാർത്തിയാകും ഇന്ന് അയ്യപ്പന് ദീപാരാധന നടക്കുക. എന്തായാലും അതിനുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർണ്ണമായി പൂർത്തിയായി കഴിഞ്ഞു. വിജയകുമാർ, ശബരിമല സന്നിധാനത്ത് ഭക്തർക്ക് നിയന്ത്രണമുണ്ട്. 1 മണിക്ക് ശേഷം ഭക്തരെ കയറ്റി വിടില്ല എന്നാണ് ഇതുവരെ അറിയിച്ചിട്ടുള്ളത്. എന്നാലും പോലീസിന്റെയും അതുപോലെ തന്നെ മറ്റ് ദേവസ്വം ഉദ്യോഗസ്ഥരെ. ശരി, ശ്രീജിത്ത് ശ്രീകുമാരനാണ് പമ്പയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. തങ്കയങ്കി ഘോഷയാത്ര പമ്പയിലെത്തി. 3 മണിയോടെ അവിടെ നിന്ന് സന്നിധാനത്തേക്ക് ഘോഷയാത്ര യാത്ര തുടരും. ഇനി നോക്കാം ഇന്നത്തെ കാലാവസ്ഥാ റിപ്പോർട്ട്. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust.
ഈ റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു.